ഒരു ക്രിസ്തുമസ് കാലം കൂടി വന്നണയുന്നു. നക്ഷത്രങ്ങൾ ചിരുതൂകി മാലാഖമാർ ഗീതങ്ങൾ ആലപിച്ച ഉണ്ണിയേശുവിൻ്റെ ജന്മരാവിൻ്റെ ഓർമ്മയുണർന്ന ഈ നാളുകൾ നമുക്ക് സന്തോഷപൂർണ്ണമാക്കാം. ക്രിസ്തുമസ് പ്രപഞ്ചത്തിന്റെ ദീപാവലിയാണ്. ലോകം മുഴുവൻ ദൈവപുത്രന്റെ പ്രഭയാൽ നിറയുന്നു. ഇനി ആ ഒരൊറ്റ നക്ഷത്രം മതി ജീവിതം പ്രഭാപൂർണമാകാൻ. ക്രിസ്തുമസ് യാത്രകളുടെ ആഘോഷമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രക്ഷകനെ വരവേൽക്കണമെങ്കിൽ ഹൃദയത്തിലെപ്പോഴും ദൈവാനുഭവം ആവശ്യമാണ്. പരസ്പരം സ്നേഹിക്കുവാനും പ്രകാശം പരത്തുവാനും അവന്റെ വേദനകൾ മനസ്സിലാക്കി അവനിൽ ദർശിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറക്കുന്നത്. വിശുദ്ധ മദർ തെരേസ പറഞ്ഞു വെക്കുന്നു, നിങ്ങളിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ദൈവത്തെ അനുവദിക്കുന്നതെല്ലാം ക്രിസ്തുമസ് ആണ്. പക്ഷേ ഇന്നത്തെ സമൂഹം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പരക്കപ്പായുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവരെ തെരുവിൽ പിച്ചി ചീന്തപ്പെടുന്നു. നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ച് ക്രിസ്തുവിനെ അനുയായിക്ക് നേരെ ആക്രമണങ്ങൾ അയച്ചുവിടുന്നു. ഇങ്ങനെയുള്ള ഈ ലോകത്തിൽ സ്നേഹത്തിന്റെ വിത്തുകൾ പാകി മനോഹരമായ പൂന്തോട്ടം ഒരുക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ശാന്തമായി ഉറങ്ങുന്ന ഉണ്ണിക്ക് കാവലിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പ് പിതാവും ഉണ്ണിയെ തേടിയെത്തുന്ന ആട്ടിടയന്മാരും അവിടെ രാജാക്കന്മാർ ഉണ്ണിയേശുവിന്റെ മുൻപിൽ പൊന്നും മേറെ കുന്തിരിക്കവുമായി അർപ്പിക്കുമ്പോൾ വിനയത്തിന്റെ സ്നേഹത്തിന്റെ സമാധാന